ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ ഡ്രാഗൺ ബോൾ സീരീസിലെ ബാർഡോക്കിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഗോകുവിന്റെ ഫാദറാണ് ബാർഡോക്ക് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ബാർഡോക്ക് എങ്ങനെയാണ് മരിക്കുന്നത്, ഒരു ലോ ക്ലാസ് സയ്യനായ ബാർഡോക്കിന് ഗോകുവിനെ പോലെയുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഡ്രാഗൺ ബോളിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ ബാർഡോക്ക് എന്ന ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അതും ഈ ഒരു ബാർഡോക്ക് എന്ന ക്യാരക്ടറിനെ നമുക്ക് 3 രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതിലൊന്ന് ബാർഡോക്ക് ദ ഫാദർ ഓഫ് ഗോക്കു എന്ന മൂവിയിൽ ആദ്യമായിട്ട് കാണിച്ചു തരികയും പിന്നീട് ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലി മൂവിയിൽ കുറച്ചുകൂടി ഒറിജിനൊക്കെ മാറ്റി രണ്ടാമത് ഈ രീതിയിലും കാണിച്ചു തന്നു. അതിനുശേഷം മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ മാങ്കയിൽ ഗ്രനോളയുടെ ആ ഒരു ഒറിജിനും കാര്യങ്ങളും പറയുന്ന സമയത്തും നമ്മുടെ ബാർഡോക്കിനെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടല് 3 തവണയാണ് ബാർഡോക്കിനെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബാർഡോക്കിനെ കുറിച്ച് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ബാർഡോക്ക് ദ ഫാദർ ഓഫ് ഗോക്കു എന്ന മൂവി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഷോർട്ട് ആയിട്ട് നോക്കാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഗോക്കു ജനിച്ച് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സമയം നമ്മുടെ ഫ്രീസി ആണെങ്കിൽ സെയ്യൻസിനെ മുഴുവനായും കൺട്രോളിലെടുത്ത് പല വിഷയങ്ങളും ചെയ്യുകയാണ്. ഇവിടെ ആദ്യം തന്നെ ഒരു 5 സെയ്യൻസ് കലാസ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനറ്റിൽ എത്തി അവിടെ മുഴുവനായും ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ആ ഒരു പ്ലാനറ്റിലുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനെയും ആ ഒരു 5 സെയ്യൻസ് ഡിഫീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു. ഈ ഒരു 5 സെയ്യൻസ് എങ്ങനെയാണ് ആ ഒരു പ്ലാനറ്റ് ഇല്ലാതാക്കിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലാനറ്റിന് ഓൾറെഡി ഒരു ഫുൾ മൂൺ ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം, നോർമൽ ഒരു സെയ്യൻ ആ ഒരു ഫുൾ മൂൺ കണ്ടു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഫോമിലേക്ക് മാറും. അങ്ങനെയാണ് അവിടെ മുഴുവനായും ഡിസ്ട്രോയ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞാണ് ആ ഒരു 5 സെയ്യൻസ് ആരൊക്കെയാണെന്ന് കാണിച്ചു തരുന്നത്. ഈ ഒരു 5 സെയ്യൻസും നമ്മുടെ ബാർഡോക്കിന്റെ ടീമാണ്. ബാർഡോക്ക്, ടോറ, ഫാഷ, ബോർഗോസ്, ഷുഗേഷ് ഇവരൊക്കെയാണ് ആ ഒരു സെയ്യൻസ്. ഇവരെപ്പോഴും ഒരുമിച്ചാണ് ഇതുപോലുള്ള മിഷൻസ് ഒക്കെ ചെയ്യാറ്. അപ്പോഴാണ് ഇവരുടെ ടീമിലുള്ള ഒരു സെയ്യൻ ബാർഡോക്കിനോട് ചോദിക്കും, നിനക്ക് ഇപ്പോഴല്ലേ ഒരു കുട്ടി പിറന്നത്, എനിക്ക് അവനെ പറ്റിയൊന്നും ഓർമ്മയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതായത് നമ്മുടെ ഗോകുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ ബാർഡോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എന്തായാലും മറ്റൊരു പ്ലാനറ്റിലേക്ക് അയക്കും. അവൻ അവിടെ നിന്നാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവനെ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവന് ഞാൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ 5 പേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രീസ എന്തിനാണ് ഈ ഒരു മിഷൻ നമുക്ക് തന്നത്, ഈ പ്ലാനറ്റ് എന്തുകൊണ്ടാണ് ഡിസ്ട്രോയ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു പ്ലാനറ്റിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഫ്യൂച്ചർ കാണാൻ സാധിക്കും. അത് ഭാവിയിൽ ഫ്രീസൊക്കെ ഒരു പ്രശ്നമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ഈ ഒരു പ്ലാനറ്റിലുള്ള ആൾക്കാരെ സെയിൻസിനെ വെച്ച് നമ്മുടെ ഫ്രീസ ഇല്ലാതാക്കിയത്. അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്ലാനറ്റിലുള്ള ഒരാൾ മാത്രം ജീവനോടെ ഉണ്ടാകും. അവൻ പറയും, എന്റെ പ്ലാനറ്റ് ഇല്ലാതായതുപോലെ നിങ്ങളുടെ പ്ലാനറ്റും ഇല്ലാതാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഇത് പറഞ്ഞുടൻ തന്നെ ആ ഒരാളാണെങ്കിൽ ബാർഡോക്കിന്റെ കഴുത്തിന് പുറകിലായി അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഇത് കാണുന്ന ബാർഡോക്കിന്റെ ടീമേറ്റിലെ ഒരുത്തനാണെങ്കിൽ അവനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബാർഡോക്ക് ഇവിടെ അടി കിട്ടിയത് കൊണ്ട് തന്നെ ബോധം പോയി താഴെ വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ കുട്ടി വെജീറ്റയെ ഇവിടെ കാണിക്കുന്നു. വെജീറ്റ ആണെങ്കിൽ ഫ്രീസയുടെ കീഴിൽ ട്രെയിനിങ് ചെയ്യുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ബാർഡോക്കിന്റെ ടീമിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഫ്രീസ ആണെങ്കിൽ ബാർഡോക്കിന്റെ ടീമിന് രണ്ടാമതും ഒരു മിഷൻ കൊടുക്കുന്നു. എന്നാൽ ഈ സമയം ഇവരുടെ കൂടെ ബാർഡോക്ക് ഇല്ല. പുള്ളിക്കാരന്റെ ബോധം പോയത് കൊണ്ട് തന്നെ ഹീലിംഗ് ചേംബറിലാണ് ഉള്ളത്. ഈ സമയം നമ്മുടെ ബാർഡോക്ക് ഹീലിംഗ് ചേംബറിൽ നിന്നും ഒരു റെഡ് കളറിലുള്ള പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നതും ഒരു ചെറിയ കുട്ടി തന്റെ അഡ്വഞ്ചർ കണ്ടിന്യൂ ചെയ്യുന്നതും തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ബാർഡോക്ക് ആദ്യം ഇതൊരു സ്വപ്നം കാണുന്ന പോലെയാണ് വിചാരിച്ചിരുന്നത്. ഈ സമയം തന്നെ ബാർഡോക്ക് ഹീലിംഗ് ചേംബറിൽ നിന്നും പുറത്തു വരികയും തന്റെ ടീംമേറ്റ്സ് മറ്റൊരു പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ആ ഒരു മിഷനിൽ പോവുകയും ചെയ്തു എന്ന് നമ്മുടെ ബാർഡോക്ക് മനസ്സിലാക്കി ആ ഒരു പ്ലാനറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ബാർഡോക്ക് ആണെങ്കിൽ ആ ഒരു പ്ലാനറ്റിൽ എത്തിയപ്പോഴാണ് ഫ്രീസയുടെ ആ ഒരു എലൈറ്റ് മെമ്പേഴ്സ് ഇല്ലേ, അവരൊക്കെ ചേർന്ന് നമ്മുടെ ബാർഡോക്കിന്റെ ടീംമേറ്റ്സിനെ കൊന്നിട്ടുണ്ടാകും. അങ്ങനെ ബാർഡോക്കിന് മനസ്സിലാകും ഫ്രീസയുടെ ആൾക്കാരാണ് തങ്ങളുടെ ടീംമേറ്റ്സിനെ കൊന്നത് എന്ന്. അങ്ങനെ ഫ്രീസയുടെ എലൈറ്റ് മെമ്പേഴ്സും നമ്മുടെ ബാർഡോക്കും തമ്മിൽ ഇവിടെ ഒരു ഫൈറ്റ് പോകുന്നു. ഫ്രീസയുടെ ആ ഒരു എലൈറ്റ് ഫോഴ്സുമായിട്ട് ബാർഡോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാർഡോക്കിന് അത്രയധികം പവേഴ്സ് ഒന്നും ഇല്ല. എന്നിരുന്നാലും ബാർഡോക്ക് തന്റെ സ്കില്ല് വെച്ച് അവരെയൊക്കെ നേരിടുന്നു. ഈ സമയം നമ്മുടെ പ്ലാനറ്റ് വെജിറ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോകുവിനെ എർത്തിലേക്ക് സെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ബാർഡോക്ക് ആണെങ്കിൽ അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു തിരിച്ച് ആ ഒരു സെയ്യൻ പ്ലാനറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇത് പോകുന്ന വഴിയാണ് നമ്മുടെ ഗോകുവും തിരിച്ച് ഏതോ ഒരു പ്ലാനറ്റിലേക്ക് പോകുന്ന കാര്യം നമ്മുടെ ബാർഡോക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു സെയ്യൻ പ്ലാനറ്റിന്റെ മുകളിലായി നമ്മുടെ ഫ്രീസയുടെ സ്പേസ്ഷിപ്പ് കാണുന്നുണ്ട്. അതായത് ഇവിടെ ഫ്രീസയെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീസ ഈ ഒരു സെയ്യൻ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെയ്യൻസിന്റെ വളർച്ച ഫ്യൂച്ചറിൽ ഫ്രീസക്ക് തന്നെ ഭീഷണിയാവുമെന്ന് നല്ലതുപോലെ അറിയാം. എന്നാൽ അതിനു മുൻപേ തന്നെ നമ്മുടെ ഗോകുവിനെ എർത്തിലേക്ക് സെൻഡ് ചെയ്തിട്ടും ഉണ്ടാകും. അങ്ങനെ വെജീറ്റ നമ്മുടെ സെയ്യൻ പ്ലാനറ്റിൽ എത്തി തനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടാകില്ല. എന്തിനാണ് ഫ്രീസയുടെ ആൾക്കാർ നമ്മളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്, ഇപ്പോഴെന്തിനാണ് ഫ്രീസ ഈ ഒരു സെയ്യൻ പ്ലാനറ്റിന്റെ അടുത്ത് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് തന്റെ മനസ്സിലുണ്ടായ ആ ഒരു ചിത്രങ്ങളൊക്കെ പതിയെ ഓർമ്മ വരുന്നത്. അതായത്
താൻ നേരത്തെ കണ്ട ആ ഒരു റെഡ് പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അത് സത്യത്തിൽ ഈ ഒരു പ്ലാനറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബാർഡോക്കിന് മനസ്സിലാകും ഫ്രീസ ഈ ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെ നമ്മുടെ ബാർഡോക്ക് ആണെങ്കിൽ ഓടിപ്പോയി മറ്റുള്ള സയൻസിനോടൊക്കെ ഈ ഒരു കാര്യം പറയുന്നു. എന്നാൽ ഇത് കേട്ട് മറ്റു സയൻസ് ആണെങ്കിൽ നമ്മുടെ ബാർഡോക്കിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ബാർഡോക്ക് ആണെങ്കിൽ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് തന്റെ ഇന്നർ വേൾഡിനുള്ളിൽ മറ്റൊരു ക്യാരക്ടറിനെ കാണിക്കുന്നു. അതായത് ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാർഡോക്കും ടീമും ഫസ്റ്റ് ആ ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്തില്ലേ, അതിലുണ്ടായ ഒരുത്തൻ നമ്മുടെ ബാർഡോക്കിന്റെ കഴുത്തിന് നേരെ അറ്റാക്ക് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞതല്ലേ. ആ ഒരു ക്യാരക്ടർ ശരിക്കും ചെയ്തത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ തന്റെ പവർ ബാർഡോക്കിന് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ളതുപോലെ നമ്മുടെ ബാർഡോക്കിനും ഫ്യൂച്ചർ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമ്മുടെ ബാർഡോക്ക് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഫ്രീസിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഫ്രീസി ആണെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ ബോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബാർഡോക്കും പ്ലാനറ്റ് അടക്കം തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ ബാർഡോക്ക് പതിയെ മരിക്കുന്ന സമയത്താണെങ്കിൽ ഫ്യൂച്ചറിൽ തന്റെ മകൻ ഫ്രീസയെ കൊല്ലുന്ന ആ ഒരു ചിത്രങ്ങളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ ഫ്രീസ മരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് ബാർഡോക്കിന്റെ ഈ ഒരു ഒറിജിൻ കാണിച്ചു തന്നത്. എന്നാൽ പിന്നീട് ബ്രോലി മൂവി എത്തിയപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അതായത് നമ്മുടെ ബാർഡോക്കിന് നമ്മുടെ ഫ്രീസ ഈ ഒരു സെയ്യൻ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുമെന്ന് മനസ്സിലായി നമ്മുടെ ഗോക്കുവിനെ എർത്തിലേക്ക് നമ്മുടെ ബാർഡോക്ക് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സൂപ്പർമാന്റെ ഒക്കെ ഒരു ഒറിജിൻ പോലെ നമുക്ക് പറയാം. എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യം കൂടി വരാം, ഫ്രീസ ഈ ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യം എങ്ങനെ നമ്മുടെ ബാർഡോക്കിന് മനസ്സിലായി? ഈ ഒരു സംഭവം നമുക്ക് മാങ്കയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ബാർഡോക്കിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും മാങ്കയിൽ തന്നെയാണ് ഉള്ളത്. ഇതുവരെ നമ്മുടെ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ തന്റെ റിയൽ പാരന്റ്സ് ആരാണെന്ന് ഇതുവരെ അറിയില്ല. അപ്പോൾ ഈ ഒരു മാങ്കയിലൂടെയാണ് ആദ്യമായിട്ട് ബാർഡോക്കാണ് തന്റെ റിയൽ ഫാദർ എന്ന് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ ഗ്രനോളയെ സേവ് ചെയ്തത് നമ്മുടെ ബാർഡോക്കാണ്. അതുപോലെ തന്നെ ബാർഡോക്ക് വാസസ് ഗ്യാസ് എന്ന ഫൈറ്റും നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഇങ്ങനെ വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു റീസൺ ബാർഡോക്കാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മാങ്കയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് മാങ്ക വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രനോള ആർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ബാർഡോക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുമുണ്ട്. മാങ്ക വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സ്പോയിലർ ആക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അതായത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മൂവി ഇല്ലേ, അതായിരുന്നു ശരിക്കും റിയൽ ആയിട്ടുള്ള ബാർഡോക്കിന്റെ ആ ഒരു ഒറിജിൻ. എന്നാൽ അത് നോൺ കാനോൺ ആക്കി അതിനുശേഷം ബ്രോഡി മൂവിയിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പൊളിച്ചു പണിഞ്ഞ് ബാർഡോക്കിന്റെ സ്റ്റോറിയൊക്കെ കുറച്ച് മുഴുവനായി മാറ്റിയെടുത്തു. ഇനി വരാൻ പോകുന്ന സീരീസിലൊക്കെ ബാർഡോക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബാർഡോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.